ഇറാൻ അമേരിക്ക യുദ്ധം 30 ദിവസം ഏകദേശം ഒരു മാസത്തോളം പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മൊത്തം വിറങ്ങലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് പോകുന്നു. അവിടെ ഏറ്റവും നഷ്ടമുണ്ടാകുന്നത് ഇസ്രയേലിനാണ്. സൈനികരില്ല, അടിയന്തരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ കൈവിട്ടു പോകും. ഇസ്രയേൽ തകർച്ചയുടെ വക്കിലെന്ന് IDF മേധാവി പറയുകയാണ്. ഇറാനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള രീതിയിൽ മിസൈൽ ആക്രമണം ഇസ്രയേൽ തൊടുത്തുവിടുന്നതിനിടെയാണ് IDF മേധാവിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ. അത് ഏറ്റവും നിർണായകമാണ്. ഇനി ഇറാന്റെ തിരിച്ചടി ചെറുതല്ല. തെല്ലവീവിലെ ജനവാസ മേഖലയിലേക്ക് ക്ലസ്റ്റർ മിസൈലുകൾ പതിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇനി അമേരിക്കയെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള മിസൈൽ എഞ്ചിൻ പരീക്ഷിച്ച് ഉത്തര കൊറിയ രംഗത്തെത്തുന്നതൊക്കെ വാർത്തയാകുന്നു. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഈ പരീക്ഷണം നിർണായകമാണെന്ന് കിം ജോങ് ഉന്നും അവകാശപ്പെടുകയാണ്. നോക്കിക്കേ, യുദ്ധം എത്ര പുതിയൊരു ഘട്ടത്തിലേക്ക് മാറി എന്നുള്ളത്. ഇന്ന് പശ്ചിമേഷ്യ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി അതിരൂക്ഷമായിട്ടുള്ള യുദ്ധം തുടരുന്നതിനിടെ സൈനിക ക്ഷാമം കാരണം ഇസ്രയേൽ തകർച്ചയുടെ വക്കിലെന്ന് IDF വ്യക്തമാക്കുകയാണ്. ഈ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കാരണം എന്ന് പറയുന്നത് യുദ്ധക്കൊതിയനും അല്ലെങ്കിൽ കണ്ണിൽ ചോരയില്ലാതെ യുദ്ധങ്ങൾ നടത്തി വിജയ് എന്ന് സ്വന്തമേ ഒരു പരിവേഷം എടുത്ത് ചാർത്തിയ അതേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കിട്ടിയ ഏറ്റവും വലിയ പണിയാണിത്. അവിടുത്തെ IDF അംഗങ്ങൾ തന്നെ പറയുകയാണ് ഇവിടെ ഒരു സൈനിക ക്ഷാമമുണ്ടെന്ന്. നേരത്തെ അമേരിക്കയ്ക്ക് സൈനിക ക്ഷാമം ഉണ്ടായിരുന്നു. ഇപ്പൊ അമേരിക്ക ആ ഒരു സൈനിക ക്ഷാമം നികത്താൻ വേണ്ടി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇസ്രായേലിലെ IDF ഈ കാര്യം വ്യക്തമാക്കുന്നത്. എത്രത്തോളം ഇസ്രായേൽ തകർന്നു എന്നതിന്റെ തെളിവാണ് അവിടുത്തെ IDF അംഗങ്ങൾ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് സൈനികർ തീർന്നു, അവിടെ വലിയ ക്ഷാമമാണ്. രൂക്ഷ സൈനിക ക്ഷാമവും സൈനികർക്കിടയിൽ മാനസിക പിരിമുറുക്കവും തങ്ങളെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയാണെന്നാണ് IDF മേധാവി ഇയിൽ സമീർ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയതായിട്ട് അവിടുത്തെ ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, എത്ര ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതെന്ന്. അതായത് യുദ്ധം നടക്കുകയാണ്, അതൊരു പ്രാദേശിക യുദ്ധമെന്ന് എല്ലാവരും കരുതി. പക്ഷേ പിന്നീട് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ, അതായത് ഒരാഴ്ച പിന്നിടേണ്ടി വന്നില്ല. അതൊരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് അത് ഇന്ന് ലോകമെങ്ങും ഒരു പ്രതിസന്ധിയിലാകുന്ന യുദ്ധമാണെന്ന് തെളിയിക്കേണ്ടി അല്ലെങ്കിൽ അത് കാണേണ്ടി വന്നത്. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് 4 ആഴ്ച നിർത്തുമെന്ന് പറഞ്ഞ യുദ്ധം ഇപ്പോൾ 1 മാസം പിന്നിടുമ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാം ശൂന്യമായിട്ടുള്ള അമേരിക്കയും ഇസ്രായേലിനുമാണ്. അതായത് ഇസ്രായേലിന് കനത്ത ക്ഷാമം, സൈനിക ക്ഷാമം, അവിടുത്തെ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുമ്പോൾ മറുവശത്ത് അമേരിക്കയുടെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് അടിത്തട്ട് ഇളകി കടം ചോദിക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ യുദ്ധം വലിയൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പറഞ്ഞ IDF പറഞ്ഞ ഒരു കാര്യം ഏറ്റവും നിർണായകമാണെന്ന് പറയാൻ കാരണം, ഈ പറയുന്ന യുദ്ധം കൊണ്ട് ജയിച്ച് ഞങ്ങൾ എല്ലാമായി എന്ന് തെളിയിക്കുന്ന ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ സൈനിക ക്ഷാമം എന്ന് പറയുന്നത് എത്രത്തോളമാണ് ഇറാന്റെ മുന്നിൽ അവർ തകർന്നു എന്ന് തെളിയിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും പുതിയ നിയമനിർമ്മാണം, റിസർവ് ഡ്യൂട്ടി, സൈനിക കാലാവധി തുടങ്ങിയ കാര്യങ്ങളിൽ അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഈ യുദ്ധം നമ്മളെ അകത്ത് നിന്ന് തന്നെ നശിപ്പിക്കും എന്നുള്ള വാക്കുകൂടി പറഞ്ഞിരിക്കുകയാണ്. നോക്കിക്കേ, ഇറാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഇറാന്റെ സൈനിക ശേഷി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസവും കൂടി പറഞ്ഞതാണ്. 10 ലക്ഷം യുവാക്കൾ എന്തിനും തയ്യാറ് എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയാണ്. അവരുടെ മിസൈലുകൾ ഓരോരോ ദിവസങ്ങൾ ഓരോരോ മിസൈലുകൾ, ഡ്രോണുകൾ അവർ തൊടുത്തുവിടുകയാണ്. ക്ലസ്റ്റർ കണക്കുള്ള ബോംബുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഈ പറയുന്ന ഇസ്രയേലിന്റെ പല പ്രദേശങ്ങളെയും നശിപ്പിക്കുകയാണ്. അപ്പം അധികം വൈകാതെ തന്നെ മിഷനുകൾ പൂർത്തിയായില്ലെങ്കിൽ IDF പിന്നോട്ട് ആകും. അവിടെ വലിയൊരു നാശനഷ്ടം ഇറാന് കൊയ്യാൻ സാധിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് അവിടുത്തെ, അതും വേറെ ഇസ്രയേലിന്റെ IDF തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അവിടുത്തെ സൈനികർക്ക് ക്ഷാമം ഉണ്ടാകുന്നു, അവരുടെ മാനസിക നില തെറ്റുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഒരു അടിത്തട്ട് ഇളകിയത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അവിടെ ജയിച്ചിരിക്കുന്നത് ഈ ഒരു ഇത്രയും സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം കൊണ്ടുവന്നിരിക്കുന്നത് ഇറാനാണ്. ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയതാണ്. അപ്പോൾ ഇറാന്റെ പ്രഹരം അല്ലെങ്കിൽ ഇറാന്റെ പ്രഹരത്തിന്മേൽ അവർക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഇനി റിസർവ് സിസ്റ്റം എത്ര കാലം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പ് പറയാനാകില്ല. ഇനി സമീറിനെ ഉദ്ധരിച്ച് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും
മേഖലയിലുടനീളം ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള രീതിയിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം അഴിച്ചുവിടുന്നതിനിടെയാണ് IDF മേധാവിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. നോക്കിക്കേ, തുടരെ ആക്രമണം നടത്തുകയാണ് ഇറാനിലേക്ക്. എന്നാൽ ഇറാൻ ഒട്ടും നിൽക്കുന്നില്ല. ഇറാൻ അതിന് ഇരട്ടി ആക്രമണം തിരിച്ച് ടെല്ലവീവിലൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം കുടിയേറി പാർക്കേണ്ട ഒരു അവസ്ഥയാവുന്നു, മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയേണ്ട ഒരു അവസ്ഥയാവുന്നു. അവിടുത്തെ ജനങ്ങളെയൊക്കെ മാറ്റുന്നു, സുരക്ഷിത താവളങ്ങളിലേക്ക് ഇറങ്ങുന്നു. എന്തിനേറെ പറയുന്നു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോലും ബങ്കറിനുള്ളിൽ ഒളിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം IDF അല്ലെങ്കിൽ സൈനികർ ഇല്ലെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യും? എങ്ങനെ യുദ്ധം ചെയ്യും? യുദ്ധം തുടങ്ങിയത് അവരാണ്. അപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് അത് അവസാനിപ്പിക്കുന്നത് ഇറാനാന്ന് പറയുമ്പോൾ ആ ഇറാന് മുന്നിൽ അടിയറവ് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ ഇന്ന് ഇസ്രായേലിനെ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിന് പുറമെ ലബനാനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണത്തിനും വെസ്റ്റ് ബാങ്കിൽ ഈ സൈനിക ട്രൂപ്പുകളെ വിന്യസിക്കുന്നതിനുമായിട്ട് ഏറെ നാളുകളായിട്ട് IDF സൈനികർ മേഖലയിലുണ്ട്. ഇനി ഇറാൻ മാത്രമല്ല, ഹിസ്ബുള്ള ഉണ്ട്, ഹൂത്തികളുണ്ട്. ഇവർക്ക് രണ്ട് പേർക്കും അങ്ങോട്ട് ആക്രമണം ഈ പറയുന്ന ഇസ്രായേൽ നടത്തണം, അതും വലിയൊരു പ്രശ്നമാണ്. അവിടെ ആക്രമണം നടത്തണം, ഇവിടെ ആക്രമണം നടത്തണം. അങ്ങനെ സൈനികർ നഷ്ടപ്പെടുന്നു, ആയുധങ്ങൾ തീരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ ഇസ്രായേൽ ഏകദേശം ഇതിൽ അടിയറവ് പറഞ്ഞു എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും ഈ തിരിച്ചടി എന്നോണം ഹിസ്ബുള്ള നടത്തിയ പ്രത്യാക്രമണത്തിൽ വ്യാഴാഴ്ച ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതായിട്ട് IDF സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ നാശനഷ്ടം ഉണ്ടാകുകയാണ്. അതായത് ഇറാന്റെ ഭാഗത്തുനിന്ന് ഹിസ്ബുള്ളയും ഹൂത്തി എല്ലാം കൂടി കടന്നാക്രമിക്കുകയാണ് ഈ പറയുന്ന ഇസ്രായേലിനെ. എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് 4 ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 10,000-ലധികം സാധാരണക്കാർ ലബനാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ 100-ലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. എന്തായാലും യുദ്ധത്തിൽ നിന്ന് യുദ്ധങ്ങളിലേക്ക് കുതിക്കുന്നതിനെതിരെ സൈനികർക്കിടയിലും കടുത്ത അതൃപ്തി പുകയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം അവർക്ക് മാനസികമായിട്ട് അവർക്ക് ആ യുദ്ധത്തിൽ താല്പര്യമില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഈ ഒരു പിടിച്ച് അല്ലെങ്കിൽ അവരെ ആ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന നീക്കമാണ് നടത്തുന്നത് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കനത്ത നാശനഷ്ടം സംഭവിക്കുമ്പോഴും അമേരിക്കയ്ക്ക് മറുസൈഡിൽ തിരിച്ചടിയായിട്ട് ഉത്തര കൊറിയയും രംഗത്തെത്തുകയാണ്. ഇനി അമേരിക്ക ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾക്കായിട്ട് വികസിപ്പിച്ച കരുത്തുറ്റ സോളിഡ് ഫ്യൂവൽ എഞ്ചിന്റെ പരീക്ഷണം വളരെ വിജയകരമായി പൂർത്തിയാക്കിയതായിട്ട് ഉത്തര കൊറിയ പറഞ്ഞ് രംഗത്തെത്തുകയാണ്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷണമെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള KCNA റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ യുദ്ധം വളരെ ഒരു വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രാദേശിക യുദ്ധമൊക്കെ മാറി ഇനി യുദ്ധം ആർക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നതാണ് ഉറ്റുനോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഈ പരീക്ഷണം നിർണായകമാണെന്നാണ് കിം ജോങ് ഉൻ അവകാശപ്പെടുന്നത്. അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ തങ്ങളുടെ ആയുധശേഖരം ആധുനികവൽക്കരിക്കാനുള്ള കിമ്മിന്റെ നീക്കമായാണ് നിരീക്ഷകർ ഇതിനെ കാണുന്നത്. എന്തായാലും കാർബൺ ഫൈബർ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ എഞ്ചിന് 2500 കിലോ ടൺ വരെ തള്ളൽ നൽകാൻ ശേഷിയുണ്ട്. സെപ്റ്റംബറിൽ നടത്തിയ പരീക്ഷണത്തിൽ ഇത് 1971 കിലോ ടൺ ആയിരുന്നു. എഞ്ചിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഓരോ മിസൈലുകൾ ഒന്നിലധികം യുദ്ധമുനകൾ ഘടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ വലിയൊരു പരീക്ഷണം നൽകിയിരിക്കുകയാണ്, അത് വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു കടക്കാൻ സഹായകരമാകും എന്ന് പറയുകയാണ്. അപ്പോൾ നോക്കിക്കേ, യുദ്ധം മറു സൈഡിൽ അധികമായിട്ട് ആളിക്കത്തുകയാണ്. ഇതിൽ എരിഞ്ഞു പോകുന്നത് ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കയും ഇസ്രായേലുമാണ്. ഇസ്രായേലിന് എതിരെ ഹൂത്തികളും ഹിസ്ബുള്ളയും ഒരു പക്ഷത്ത് യുദ്ധം ഘടിപ്പിക്കുമ്പോൾ മറുവശത്ത് ഒരു മൂർച്ചയേറ്റുകയാണ് ഉത്തര കൊറിയ. ഏത് നിമിഷവും അമേരിക്കയിലേക്ക് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ആക്രമണം നടക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സൂചനയൊക്കെ ഈ ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കിം ജോങ് ഉൻ അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് യുദ്ധം വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പശ്ചിമേഷ്യ അതികഠിനമായിട്ട് പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവിടുത്തെ വാണിജ്യം ആവട്ടെ, അവിടുത്തെ സാമ്പത്തിക പ്രശ്നമാവട്ടെ, അവിടുത്തെ ദൈനംദിന ജീവിതങ്ങളാവട്ടെ, അത് വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇറാന്റെ നിലപാടിൽ ഇറാൻ നിലനിൽക്കുന്നിടത്തോളം ഈ യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്നാണ് ഈ ലോക നിരീക്ഷകരും
ഇതിനെ ഉറ്റുനോക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇറാന്റെ മേൽക്ക് വീണ്ടും വീണ്ടും ആക്രമണം നടത്തുകയാണെങ്കിൽ ഈ യുദ്ധത്തിന് ഒരു അവസാനമില്ലാതെ പോകും. അത് മാത്രമല്ല, ഇറാൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, 10 വർഷം വരെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയും, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഇടയിൽ സജ്ജമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും യുദ്ധം ഇനി എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് നോക്കിക്കാണേണ്ടത്. ഇങ്ങനെ പോയാൽ യുദ്ധം കൂടുകയാണെങ്കിൽ ലോകം ഇരുട്ടിലാകും എന്നതിൽ സംശയമില്ല. പക്ഷേ ഏതെങ്കിലും രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങളായിട്ട് ഈ പറയുന്ന പാകിസ്ഥാനും തുർക്കിയൊക്കെ രംഗത്തെത്തുമ്പോൾ അത് എത്രത്തോളം അതിൽ ഗുണം ചെയ്യും അല്ലെങ്കിൽ ഗുണമുണ്ടാകും എന്നതൊക്കെയാണ് നോക്കിക്കാണേണ്ടത്. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലോകം ഇരുട്ടിലാകും എന്നതിൽ സംശയമില്ല.